നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചേറ്റുവ പടന്ന പ്രദേശത്തുള്ള ചീപ്പിലൂടെ പറമ്പുകളിലും കൃഷിയിടങ്ങളിലും ഉപ്പുവെള്ളം കയറി. എറവിൽ ബസ് തട്ടി റോഡിൽ വീണ് സ്കൂട്ടർ യാത്രക്കാരായ 2 പെയിന്റിംഗ് തൊഴിലാളികൾക്ക് പരിക്കേറ്റു. തളിക്കുളത്ത് കോൺഗ്രസിൽ വിമതശല്യം രൂക്ഷം. വാർത്തകൾ വിശദമായി. അധികൃതരുടെ അനാസ്ഥ മൂലം ചേറ്റുവ പടന്ന പ്രദേശത്തുള്ള ചീപ്പിലൂടെ പറമ്പുകളിലും കൃഷിയിടങ്ങളിലും ഉപ്പുവെള്ളം കയറി. ഇതുവഴി ആങ്ങണ്ടിയൂരിലെ ആയിരങ്കണ്ണി, ചേലോട് പരിസര പ്രദേശങ്ങളിലേക്കും ഉപ്പുവെള്ളം എത്തും. പരിസര പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സുകളിലേക്കും ഉപ്പുവെള്ളം കലരാൻ സാധ്യത ഏറെയാണ്. ഉപ്പുവെള്ളം കയറുന്നത് അടിയന്തരമായി തടയണമെന്നും പ്രദേശത്ത് ചീപ്പുകൾ അടച്ച് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ പഞ്ചായത്ത് അധികൃതരെ നേരിൽ കണ്ട് പരാതി അറിയിച്ചിരുന്നു. ഇതുവരെയും ചീപ്പ് അടയ്ക്കാനോ വേണ്ട നടപടികൾ സ്വീകരിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല. ചീപ്പ് അടയ്ക്കുന്നതിനായി കരാറുകാരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. എല്ലാ പ്രാവശ്യവും ചേറ്റുവ പടന്ന ചീപ്പ് പ്രദേശത്ത് ഉപ്പുവെള്ളം കയറിയതിനു ശേഷമാണ് അടയ്ക്കുന്നതെന്നും ഇതുമൂലം പ്രദേശവാസികളും കൃഷിക്കാരും ഏറെ ദുരിതത്തിലാണെന്നും ആരോപണമുണ്ട്. പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി ഉപ്പുവെള്ളം അകത്ത് കടക്കാത്ത രീതിയിൽ ചോർച്ചയില്ലാതെ കെട്ടുറപ്പോടെ ചേറ്റുവ പടന്ന ചീപ്പ് അടച്ച് പ്രദേശത്തെ കൃഷിക്കാരെയും കുടിവെള്ള സ്രോതസ്സും സംരക്ഷിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ ആവശ്യപ്പെട്ടു. ഈ ആങ്ങണ്ടൂർ പഞ്ചായത്തിലെ ഈ ചേറ്റുവ പടന്ന പ്രദേശത്തുള്ള ചീപ്പ് അടക്കാത്തത് മൂലം പ്രദേശത്ത് ഉപ്പുവെള്ള ഭീഷണിയിലാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പഞ്ചായത്തിൽ പോയി നേരിട്ട് അധികൃതരോട് ഇതിനെ എത്രയും പെട്ടെന്ന് ഈ ചീപ്പ് അടക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ എന്നോട് പറഞ്ഞത് കരാറുകാരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. ഈ കരാറുകാരൻ്റെ സൗകര്യപ്രദമായ സമയം നോക്കി ആൾ വന്ന് ഈ ചീപ്പ് അടക്കുമ്പോഴേക്കും ഈ പ്രദേശത്തെ മുഴുവൻ കുടിവെള്ള സ്രോതസ്സിലേക്കും ഉപ്പുവെള്ളം കലരാനും ഈ ഉപ്പുവെള്ളം ചേറ്റുവ മുതൽ ഏകദേശം ഏങ്ങണ്ടിയൂർ ആയിരങ്കണ്ണി ചേലോട് വരെ ഈ ഉപ്പുവെള്ളം എത്തിച്ചേരും. ഈ ഉപ്പുവെള്ളം കയറുന്നത് മൂലം പ്രദേശത്തുള്ള എല്ലാ കുടിവെള്ള സ്രോതസ്സും ഉപ്പുവെള്ളം കലരാൻ സാധ്യതയേറെയാണ്. ആയതിനാൽ അധികൃതർ എത്രയും പെട്ടെന്ന് ഈ ചീപ്പ് അടക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണം. ബസ് തട്ടി റോഡിൽ വീണ് സ്കൂട്ടർ യാത്രക്കാരായ 2 പെയിന്റിംഗ് തൊഴിലാളികൾക്ക് പരിക്ക്. പെയിന്റിൽ മുങ്ങിയ നിലയിലായ എറവ് സ്വദേശിയെ ബസ് ഉടമയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ എത്തിച്ചു. ബുധനാഴ്ച രാവിലെ 8:30 തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ എറവ് പാൽ സൊസൈറ്റിക്ക് സമീപമായിരുന്നു അപകടം. അഞ്ചാങ്ങലിൽ നിന്ന് പെയിന്റ് വാങ്ങി വാടാനപ്പള്ളിയിലെ ജോലി സ്ഥലത്തേക്ക് സ്കൂട്ടറിൽ പോയിരുന്ന എറവ് സ്വദേശികളായ ചെറുവത്തൂർ വീട്ടിൽ അനിഷാദ്, തെക്കൂട്ട് വീട്ടിൽ ശ്രീകുമാർ എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. സ്കൂട്ടർ റോഡിലെ പാച്ച് ചെയ്ത ഭാഗത്തു നിന്ന് ഒഴിവാക്കി എടുത്തപ്പോൾ പുറകിൽ വന്ന ബസ്സിൽ തട്ടി ഇവർ റോഡിലേക്ക് വീഴുകയായിരുന്നു എന്ന് പറയുന്നു. കയ്യിലും കാലിലുമാണ് ഇവർക്ക് പരിക്ക് പറ്റിയത്. ഇവരുടെ കൈവശമുണ്ടായിരുന്ന ഇനാമൽ പെയിന്റ് പാത്രങ്ങൾ പൊട്ടി റോഡിലൊഴുകി. അനിഷാദിന്റെ ദേഹമാസകലം പെയിന്റിൽ മുങ്ങിയ നിലയിലായിരുന്നു. ബസ് നിർത്തിയ ശേഷം ബസ് ഉടമ എത്തി ഏറെ പണിപ്പെട്ട് കുറച്ചു ഭാഗം പെയിന്റ് തുടച്ചു മാറ്റിയെങ്കിലും കൂടുതൽ ഭാഗത്തും പെയിന്റ് മാറ്റാൻ കഴിയാത്ത നിലയിലായിരുന്നു. 2 പേർക്കും പരിക്കേറ്റ സാഹചര്യത്തിൽ കൂടുതൽ കാത്തുനിൽക്കാതെ ആംബുലൻസിൽ ബസ് ഉടമ തന്നെ ഇരുവരെയും തൃശൂരിലെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നാട്ടിക ശ്രീനാരായണ കോളേജിലെ 25 സയൻസ് PG വിദ്യാർത്ഥികൾ തളിക്കുളം ബ്ലോക്ക് പ്രദേശത്തെ എല്ലാ സ്കൂളുകളിലും ശാസ്ത്രവണ്ടി എന്ന പരിപാടിയുമായി സന്ദർശനം നടത്തുന്നതിൻ്റെ ഭാഗമായി നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സന്ദർശനം നടത്തി. കുട്ടികളിൽ ശാസ്ത്രാവബോധം വളർത്താനുള്ള പരിപാടിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തി. പ്രധാന അധ്യാപിക മിനിജ ടീച്ചറുടെ അധ്യക്ഷതയിൽ വഹിച്ച പരിപാടി പ്രിൻസിപ്പൽ ജയാബിനി GSP ഉദ്ഘാടനം ചെയ്തു. നിങ്ങളിൽ മനസ്സിലുള്ള ഫിസിക്സ് ഞാൻ ഇപ്പം ചോദിച്ചപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി 3 ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു സോളജി ഇല്ല. കുഴപ്പമില്ല. ഈ 3 സബ്ജക്റ്റ് കൊണ്ടുവന്ന കാര്യങ്ങൾ കുട്ടികളിൽ പ്രസൻറ്റ് ചെയ്യുക. SN ട്രസ്റ്റിലെ കുട്ടികൾ ഇത് ശ്രദ്ധിച്ച് ഒന്ന് കാണുക,
മനസ്സിൽ നിന്ന് മായാതെ അത് സൂക്ഷിക്കുക. അത് മാറത്തില്ല. നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ നമുക്ക് ശരിക്കും ഓർമ്മയിൽ നിൽക്കും പ്രാക്ടിക്കലായിട്ട്. മാത്സും ഉണ്ട് കേട്ടോ, ഞാനൊരു മാത്സ് ടീച്ചറാണ്. അപ്പം മാത്സും പ്രാക്ടിക്കൽ ഇപ്പോൾ ഉണ്ട്. അതും എളുപ്പമാണ്, മറക്കാനും പറ്റത്തില്ല. എല്ലാം ഇപ്പം മാറിയില്ലേ. മേഖലാ സെക്രട്ടറി CS സജീഷ് പദ്ധതി വിശദീകരണം നടത്തി. അനിത ടീച്ചർ, മേഖലാ പ്രവർത്തകരായ ഷിജിത്ത് VR, ഉണ്ണികൃഷ്ണൻ TD, ശ്രീജിത്ത് BR, പ്രഭ, അരവിന്ദൻ KK എന്നിവർ നേതൃത്വം നൽകി. ഐസ് കത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നിയോ? ഇല്ല. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ കാണാണ്ട് അതിൻ്റെ ഉള്ളിൽ കാൽസ്യം കാർബൈഡ് എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ടുണ്ട് ഞങ്ങള്. ഒരു കട്ട. ഈ പഴങ്ങളൊക്കെ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇതൊന്നും കേട്ടിട്ടില്ലേ? നിങ്ങൾ സയൻസിനെ കുറിച്ചൊന്നും അത്രയും ബോധവാന്മാരൊന്നല്ലേ? ഈ വീട്ടിലെ അമ്മമാര് പറയണ കണ്ടിട്ടില്ലേ? ഈ പഴങ്ങളൊക്കെ പഴുപ്പിക്കാൻ കടയിൽ നിന്ന് വാങ്ങുന്ന പഴങ്ങളൊക്കെ ഒരു മുറിയിൽ അടച്ചിട്ടിട്ട് വെക്കും. ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതൊക്കെ നമ്മളവിടെ നടക്കുന്ന കാര്യങ്ങളാ. അതിന് യൂസ് ചെയ്യുന്നതാണ് കാൽസ്യം കാർബൈഡ് എന്ന് പറഞ്ഞത്. ഈ ചേട്ടൻ പിടിച്ചിട്ടുള്ള സാധനം. തൃശൂർ സെൻട്രൽ സഹോദയ മേച്ചിറ ഫാദർ മാത്യു അടുക്കുളം പബ്ലിക് സ്കൂളിൽ നടത്തിയ അണ്ടർ-19 ഫുട്ബോൾ മത്സരത്തിൽ ചന്ദ്രാപിന്നി വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനം നേടി. സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് SM വിദ്യാഭവൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. സെൻട്രൽ സഹോദയയുടെ കീഴിൽ വരുന്ന 20 സ്കൂളുകളിൽ നിന്നുള്ള ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മുൻ സന്തോഷ് ട്രോഫി താരം SK റഷീദ് വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. SN വിദ്യാഭവനിലെ റയാൻ P ബെസ്റ്റ് പ്രോമിസിംഗ് പ്ലെയർ അവാർഡ് സ്വന്തമാക്കി. SN വിദ്യാഭവനിലെ റിസാൻ P ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. തൃത്തല്ലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്ന് വിശപ്പ് രഹിത ഗ്രാമം പദ്ധതിയിലേക്ക് 3ാം ഘട്ട പൊതിച്ചോറുകൾ നൽകി. ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ഷൈൻ കരിപ്പാടത്ത്, സെക്രട്ടറി സുശീൽ ചാളിപ്പാട്ട്, ഹരിലാൽ PB, പ്രസന്നൻ IS, ജയപ്രകാശ്, സ്കൂൾ പ്രിൻസിപ്പൽ NK സുരേഷ് കുമാർ, സ്കൂൾ പ്രധാനാധ്യാപിക CB നിഷ, NSS പ്രോഗ്രാം ഓഫീസർ ആതിര PM, ഷീന പോൾ, അപർണ KR, വിജി AV, അജിത് പ്രസാദ്, NSS വളണ്ടിയർമാരായ സഫ്വാൻ, ഷിനോസ്, എവിലിൻ സ്റ്റീഫൻ, നിജോ ജോസഫ്, ആൽഫ്രഡ് EJ, അബിയ സിജോ, അമൃത രമേശ്, ദേവനാരായണൻ, മുഹമ്മദ് ഹാഷീർ KA, ഗൗരി ശങ്കർ MP, ബൃന്ദലക്ഷ്മി, വൈഷ്ണവി TS എന്നിവർ പങ്കെടുത്തു. NSS വളണ്ടിയർമാർ വീട്ടിൽ നിന്ന് തയ്യാറാക്കിയ ഭക്ഷണപ്പൊതികളാണ് വിതരണം ചെയ്തത്. ഈ വർഷം 3ാം തവണയാണ് കമലാ നെഹ്റു NSS യൂണിറ്റ് ഭക്ഷണപ്പൊതികൾ നൽകുന്നത്. മണലൂർ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ കാഞ്ഞാണിയിൽ നിന്നും പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രകടനം നടത്തി പത്രിക സമർപ്പിച്ചു. ആശാ സുധീരൻ, സുധർമ്മൻ ചിരുകണ്ടത്ത്, വിനിത ദിനേശൻ, സുഗില മോഹനൻ, KV ഡേവിസ്, ഷീബ സന്തോഷ്, വിലാസിനി വേണുഗോപാൽ, TD ജോസ്, സിജി മോഹൻദാസ്, പ്രസന്ന മനോജ്, രമ്യ ഷൈൻ, അമ്പിളി ശശി, PK ചന്ദ്രൻ, സിന്ധു ശിവദാസ്, KV ഷീബ, BV സജീന്ദ്രൻ, വിനീത് പാറമേൽ, ഷീനാമണി, സിമി പ്രദീപ്, ജോയ്മോൻ പള്ളിക്കുന്നത്ത്, KV വിനോദൻ എന്നിവരാണ് വാർഡ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. പ്രകടനത്തിന് VN സുർജിത്ത്, MR മോഹനൻ, രാകേഷ് കണിയാമ്പറമ്പിൽ, MK സദാനന്ദൻ, ധനമോൻ മടത്തിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്,
തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 108ാം ജന്മദിനത്തിൽ വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. വാടാനപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം.എ. മുസ്തഫ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി CM നൌഷാദ്, കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ്, മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാഗനാഥൻ വൈക്കാട്ടിൽ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VC ഷീജ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുഗന്ധിനി ഗിരീഷ്, കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് ഭാരവാഹികളായ അഹമ്മദ് ഉണ്ണി, CM രഘുനാഥ് നാസർ, NJ സേവ്യർ, PD ബെന്നി, KV സിജിത്ത്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസ തിലകൻ, INTUC മണ്ഡലം പ്രസിഡന്റ് സുനിൽ വാലത്ത്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുചിത്ര ദിനേശ്, ആസിഫ് അലി കിഴക്കേതിൽ എന്നിവർ സംസാരിച്ചു. തളിക്കുളത്ത് കോൺഗ്രസിൽ വിമതശല്യം രൂക്ഷം. 3 ഭാരവാഹികളും 2 കോൺഗ്രസ് അനുഭാവികളും സ്വതന്ത്രരായി പത്രിക സമർപ്പിച്ചു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന 3 വാർഡിലും RMPI മത്സരിക്കുന്ന 2 വാർഡിലുമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി കോൺഗ്രസ് പ്രവർത്തകർ പത്രിക സമർപ്പിച്ചത്. മഹിളാ കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി സുമിത സജു വാർഡ് 12ലേക്കും കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി ലീഡറും നിലവിലെ 14ാം വാർഡ് മെമ്പറും INTUCയുടെ ഏക വനിതാ ജില്ലാ സെക്രട്ടറിയുമായ സുമന ജോഷി വാർഡ് 15ലേക്കും കോൺഗ്രസ് തളിക്കുളം മണ്ഡലം ജനറൽ സെക്രട്ടറിയും INTUC നാട്ടിക നിയോജക മണ്ഡലം സെക്രട്ടറിയുമായ ജയപ്രകാശ് പുളിക്കൽ 13ാം വാർഡിലേക്കും മത്സരിക്കും. 2015 കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച ബഹുവാൻ അബൂബക്കർ അറക്കവീട്ടിൽ 3ാം വാർഡിലേക്കും പത്രിക സമർപ്പിച്ചു. ബിന്ദു അനിൽ വാർഡ് 5ലും പത്രിക സമർപ്പിച്ചു. തങ്ങൾ ഇപ്പോഴും കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നവരാണെന്നും തളിക്കുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ തെറ്റായ നടപടികളിൽ പ്രതിഷേധിച്ചാണ് തങ്ങൾ ഇത്തരമൊരു തീരുമാനത്തിലെത്തിയതെന്നും ഇവർ പറയുന്നു. താന്യം ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി KS സുധീർ നാമനിർദ്ദേശ പത്രിക നൽകി. ലയൺസ് ക്ലബ്, തൃപ്പയാർ CRC ക്ലബ്, വാഗബോൺസ് ക്രിക്കറ്റ് ക്ലബ്, പ്രവാസി സഹകരണ സംഘം എന്നിവയിലൂടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സേവനങ്ങളും ചെയ്തു വരുന്നയാളാണ് KS സുധീർ. ജില്ലാ പഞ്ചായത്ത് താന്യം ഡിവിഷൻ UDF സ്ഥാനാർത്ഥി സംഗമം പെരിങ്ങോട്ടുകര ജാനകി കോംപ്ലക്സിൽ നടത്തി. ചാഴൂർ, താന്യം, അന്തിക്കാട്, മണലൂർ എന്നീ പഞ്ചായത്തുകളിലെ 54 വാർഡുകൾ ചേർന്നതാണ് താന്യം ഡിവിഷൻ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി NS അയ്യൂബ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി
മത്സരിക്കാൻ നിങ്ങൾക്ക് ലഭിച്ച വലിയ ഈ ഒരു തീരുമാനത്തിന്, വലിയൊരു അംഗീകാരത്തിന്, പാർട്ടി നിങ്ങളെ ഏൽപ്പിച്ച ഒരു വലിയ അംഗീകാരത്തിന് നിങ്ങളെ എല്ലാവരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി, സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായി ഞാൻ അഭിനന്ദിച്ചു. കൈ അടയാളത്തിൽ മത്സരിക്കാൻ ഒരു അവസരം കിട്ടുക, കോണി അടയാളത്തിൽ മത്സരിക്കാൻ ഒരു അവസരം കിട്ടുക, അല്ലെങ്കിൽ UDF-ന്റെ ഘടകകക്ഷി എന്ന നിലയിൽ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. മഹത്തായ കോൺഗ്രസ് പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഇന്നലെകളിൽ ഒരുപാട് മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, നമ്മുടെ മുന്നണി, ആ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കാൻ അവസരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് മഹാഭാഗ്യമാണ്, ഒരു സംശയം. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, താനെ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഷൈജു സായിറാം, DCC ജനറൽ സെക്രട്ടറി സതീഷ് വിമലൻ, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, ഉസ്മാൻ എടയാടി, MK ചന്ദ്രൻ, VK പ്രദീപ്, അശോക് കോമത്തുകാട്ടിൽ, രമേശ് PB, ആൻഡോ തൊറയൻ, KN വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. 54 സ്ഥാനാർത്ഥികളെയും ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. താന്യം മണ്ഡലം UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ജാതിയായി വന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഒന്നാം വാർഡ് T സുരേഷ്, 2ാം വാർഡ് ഡെയ്സി പോൾ, 3ാം വാർഡ് ബിന്ദു രാജേഷ്, 4ാം വാർഡ് പ്രമോദ് കണിമംഗലം, 5ാം വാർഡ് രേണുക റിജു, 6ാം വാർഡ് രാജീവ് തൊടുപറമ്പിൽ, 7ാം വാർഡ് NB സജീവൻ, 8ാം വാർഡ് വസന്ത ചന്ദ്രൻ, 9ാം വാർഡ് മിനി രമേശ്, 10ാം വാർഡ് ബിന്ദു ശരവണൻ, 11ാം വാർഡ് മിനി ജോസ്, 12ാം വാർഡ് സിദ്ദിഖ് കൊളത്തേക്കാട്ട്, 13ാം വാർഡ് അനില ഉണ്ണികൃഷ്ണൻ, 14ാം വാർഡ് വിനയൻ കൂനമ്പാട്ട്, 15ാം വാർഡ് സക്കീന റസാഖ്, 16ാം വാർഡ് ഷൈല നജിമുദ്ദീൻ, 17ാം വാർഡ് ഷീജ ജോഷി, 18ാം വാർഡ് ബെന്നി തട്ടിൽ, 19ാം വാർഡ് നിസാർ കുമ്മങ്കണ്ടത്ത് എന്നിവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നേതാക്കളായ MK ചന്ദ്രൻ, NS അയ്യൂബ്, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, ആൻഡോ തൊറയൻ, VK പ്രദീപ്, രാമൻ നമ്പൂതിരി, KN വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ നാട്ടിക, കലാഞ്ഞി ഡിവിഷനുകളിലെ UDF സ്ഥാനാർത്ഥികളായ VD സന്ദീപും ഷോല മഹേഷും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ BDO മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് തൃപ്രയാർ ഡിവിഷൻ സ്ഥാനാർത്ഥി അനിൽ പുളിക്കൽ, UDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് ആറ്റുപറമ്പത്ത്, നാട്ടിയ ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡ് സ്ഥാനാർത്ഥി PM സിദ്ദിഖ്, 6ാം വാർഡ് സ്ഥാനാർത്ഥി PC മണികണ്ഠൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SIR വോട്ടർ പട്ടിക നവീകരണത്തിനായി അന്തിക്കാട് വില്ലേജ് ഓഫീസ് ഹെൽപ്പ് ഡെസ്ക് സൗകര്യം ഒരുക്കുന്നു. വില്ലേജ് പരിധിയിൽ ഉൾപ്പെടുന്ന ബൂത്ത് നമ്പർ 30 മുതൽ 39 വരെയുള്ള ബൂത്തുകളിലെ വോട്ടർമാർക്ക് വേണ്ടിയാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുക. വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ അന്തിക്കാട് പോലീസ് സ്റ്റേഷന് എതിർവശത്തുള്ള ഗവൺമെൻറ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുകയെന്നും 4 ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയാണ് പ്രവർത്തന സമയമെന്നും അന്തിക്കാട് വില്ലേജ് BLO സൂപ്പർവൈസർ KV സുനിത അറിയിച്ചു. SIR വോട്ടർ പട്ടിക നവീകരണവുമായി ബന്ധപ്പെട്ട് അന്തിക്കാട് വില്ലേജിൻ്റെ പരിധിയിൽ വരുന്ന ബൂത്ത് നമ്പർ 30 മുതൽ 39 വരെയുള്ള ബൂത്തുകളിലെ എന്യൂമറേഷൻ ഫോം സ്വീകരിക്കുന്നതിനും വിതരണം ചെയ്തതിനും സ്വീകരിക്കുന്നതിനും ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട്. GLPS അന്തിക്കാട് സ്കൂളിൽ വെച്ചിട്ട് 20ാം തീയതി മുതൽ 23ാം തീയതി വരെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നടത്തുന്നുണ്ട്. അതിലെല്ലാവരും പങ്കെടുക്കുന്നതിന് താല്പര്യപ്പെടുന്നു. പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോറങ്ങൾ സ്വീകരിക്കുന്നതിനും ഇനിയും വീടുകളിൽ ഫോറങ്ങൾ എത്തിയിട്ടില്ലാത്തവർക്ക് അത് ലഭ്യമാക്കുന്നതിനും പൂരിപ്പിക്കുന്നതിനും ഹെൽപ്പ് ഡെസ്ക് സഹായിക്കും. സേവനങ്ങൾ ആവശ്യമുള്ളവർ ബന്ധപ്പെട്ട രേഖകളുമായി വരണമെന്ന് വില്ലേജ് ഓഫീസർ J. ജനേഷ് അറിയിച്ചു.
വാടാനപ്പള്ളി ഫാൻസി റോഡിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ സ്ഥിരമായി വൈദ്യുതി മുടങ്ങുന്നതായി ആക്ഷേപം. ശരിയായ അളവിൽ വോൾട്ടേജ് ലഭിക്കാത്തതാണ് ഇതിന് കാരണമെന്നും പെട്ടെന്നുണ്ടാവുന്ന വോൾട്ടേജ് വ്യതിയാനം മൂലം സ്ഥാപനങ്ങളിലെ യന്ത്ര സാമഗ്രികൾ തകരാറിലാകുന്നത് പതിവാകുന്നുവെന്നും വ്യാപാരികൾ പറഞ്ഞു. വാടാനപ്പള്ളി വില്ലേജ് ഓഫീസ്, രജിസ്റ്റർ ഓഫീസ് എന്നീ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം ഈ പരിസരത്താണ് സ്ഥിതി ചെയ്യുന്നത്. സ്ഥിരമായി ഉണ്ടാവുന്ന ഇത്തരം പവർ കട്ടുകൾ സ്ഥാപനങ്ങളിലെ ശരിയായ പ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നും നാട്ടുകാർ പറയുന്നു. ഒരു ദിവസത്തിൽ 5, 6, 7, 8 പ്രാവശ്യമൊക്കെ കറണ്ട് പോയി വന്നും നിൽക്കുന്നു. ചില വോൾട്ടേജ് പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം നമുക്കത് പണിയെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും സഹകരിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ആ ചാനലിനോട് പറയണമെന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടി നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസത്തിൽ പല പ്രാവശ്യങ്ങളായിട്ട് ഇങ്ങനെ കട്ട് വരും, പോവും, പെട്ടെന്ന് വരും, വോൾട്ടേജ് കൂടും, ചിലപ്പോൾ കുറയും. അങ്ങനെ പല പ്രാവശ്യം ഈ കടക്കാരൻ്റെ കംപ്രസർ പോയിട്ടുണ്ട്. കൂടാതെ ഞാനും ഫ്രിഡ്ജിൻ്റെ ഒക്കെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്കും ഇതേമാതിരി പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ആയതിനാൽ KSEB ഇതൊന്ന് പരിഹരിച്ച് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഫാൻസി റോഡിൽ സിഗ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുൻപിലായി ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും സർവീസ് വയറുകൾ റോഡിന് കുറുകെയായി വളരെ ഉയരം കുറഞ്ഞ അകലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. സ്കൂൾ ബസ്സുകൾ അടക്കമുള്ള വലിയ വാഹനങ്ങൾ ഇതിലൂടെ പോകുമ്പോൾ സർവീസ് വയറുകളിൽ തട്ടുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. പലതവണ അധികാരികളെ വിവരം അറിയിച്ചുവെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നും സ്ഥാപന ഉടമകൾ പറഞ്ഞു. വാഹനങ്ങൾക്ക് തിരിയാൻ പറ്റുന്ന രീതിയിലല്ല ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൊരു പരിഹാരം ഉണ്ടാവണം. രണ്ടാമത് ഇവിടെ ഏറ്റവും വലിയ ഓഫ്സെറ്റ് പ്രസ് ഉണ്ട്, മറ്റ് സാധാരണ ഒരു പ്രസ് ഉണ്ട്, പിന്നെ ഒരു സിഗ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, വില്ലേജ് ഓഫീസുണ്ട്, രജിസ്റ്റർ ഓഫീസുണ്ട്. ഇവിടെ 10, 25, 30 വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. എന്നും തടസ്സമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചേറ്റുവ പടന്ന പ്രദേശത്തുള്ള ചീപ്പിലൂടെ പറമ്പുകളിലും കൃഷിയിടങ്ങളിലും ഉപ്പുവെള്ളം കയറി. എറവിൽ ബസ് തട്ടി റോഡിൽ വീണ് സ്കൂട്ടർ യാത്രക്കാരായ 2 പെയിന്റിംഗ് തൊഴിലാളികൾക്ക് പരിക്കേറ്റു. തളിക്കുളത്ത് കോൺഗ്രസിൽ വിമതശല്യം രൂക്ഷം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.